11 വർഷത്തിന് ശേഷം മുതലപ്പുഴി പൂർണ്ണമായും മണൽ മൂടിയതോടെ മത്സ്യത്തൊഴിലാളികൾ കടുത്ത പ്രതിസന്ധിയിലാണ്. അഴിമുഖത്ത് മണൽ മൂടിയതിനാൽ കായൽക്കരയിലെ വീടുകളിൽ വെള്ളം കയറുമെന്ന ഭീതിയും നിലനിൽക്കുന്നുണ്ട്. മരണപ്പൊഴി എന്നടക്കം കുപ്രസിദ്ധിയാർജിച്ച മുതലപ്പൊഴിയിലാണ് ഇന്നിത് ഒരു വലിയ മണൽ തിട്ടയാണ്. മുതലപ്പൊഴി പൂർണ്ണമായി അടഞ്ഞിട്ട് ദിവസങ്ങളായിരിക്കുന്നു. പുറകിൽ കാണുന്ന ഹാർബറിൽ 400-ലധികം വള്ളങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണ്. കടലിലേക്ക് പോകാനോ തിരികെ വരാനോ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. കുറച്ചു മാസങ്ങൾക്ക് മുൻപ് പൊഴിമുറച്ചു കിടക്കുന്ന വള്ളങ്ങൾ അപകടത്തിൽപ്പെടുന്നത് മുതലപ്പൊഴിയിലെ സ്ഥിരം കാഴ്ചയായിരുന്നു. എന്നാൽ ഇന്ന് വള്ളങ്ങൾ കടലിലേക്ക് ഇറക്കാൻ കഴിയാത്ത സാഹചര്യം. മത്സ്യബന്ധനം പൂർണ്ണമായും സ്തംഭിച്ചു. കടലിൽ പോകാനാവാതെ തീരവാസികൾ പ്രതിസന്ധിയിലായി. 200-ൽ പരം താങ്ങുവല വള്ളങ്ങളും 500-ലധികം ചെറുവള്ളങ്ങളും മുതലപ്പൊഴിയെ ആശ്രയിച്ചാണ് മീൻപിടുത്തം നടത്തുന്നത്. അഴിമുഖത്ത് മണൽ മൂടിയതോടെ മീൻപിടുത്തക്കാർ കടലിൽ പോകുന്നത് മരിയാപുരം, അഞ്ചുതെങ്ങ് മേഖലകളിൽ നിന്നാണ്. ഹാർബറിൽ നിന്ന് കടലിലേക്കും തിരിച്ചും വള്ളങ്ങൾ എത്തിക്കാനാവാത്തതോടെ ഹാർബറിന്റെ പ്രവർത്തനം പൂർണ്ണമായും നിലച്ചു. ആളൊഴിഞ്ഞ മുതലപ്പൊഴി ഹാർബർ. സാധാരണഗതിയിൽ ഇവിടെ തിരക്കാവേണ്ട സമയം കഴിഞ്ഞു. നിരവധി വള്ളങ്ങൾ വന്ന് കച്ചവടം നടക്കേണ്ട സമയമാണ്. എന്നാൽ ഇപ്പോൾ ഒരു മനുഷ്യ കുഞ്ഞു പോലും ഇവിടെയില്ല. മത്സ്യത്തൊഴിലാളികളെ പട്ടിണിയിലാക്കാതിരിക്കാൻ എത്രയും വേഗം മുതലപ്പൊഴിയിലടിഞ്ഞ മണ്ണ് നീക്കം ചെയ്യണമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ ആവർത്തിച്ചു പറയുന്നത്. മണ്ണ് ഇനി ഇവിടെ അടിയാതിരിക്കാൻ വേണ്ടിയിട്ട് തെക്കേ സൈഡ് നല്ല രീതിക്ക് നീളത്തിന് മുട്ടിയടിച്ച് ഈ മണ്ണ് ബ്ലോക്ക് ചെയ്യണം. ബ്ലോക്ക് ചെയ്താലേ ഈ ഹാർബറിലോട്ട് മണ്ണ് വരാതിരിക്കും. അത് ചെയ്യാതെയാണ് ഇവർ ഇത് ഇപ്പോൾ എല്ലാ വർഷവും ഇതുപോലെ ഡ്രിഡ്ജ് ചെയ്ത് മണ്ണ് കയറാൻ തന്നെ ഇത്. ഈ മണ്ണ് 1-2 ദിവസം കൊണ്ട് കയറിയതല്ല, കുറഞ്ഞത് 6-7 മാസമായിട്ട് ചെറുതായിട്ട് കയറി വരികയായിരുന്നു. അപ്പോൾ നമ്മൾ ഈ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടാത്തതുകൊണ്ടാണ് ഇവർ ഇത്ര മൂടണ രീതി വരെ കിടന്നത്. അത് കഴിഞ്ഞിട്ട് ഈ കയ്യും കാലും ഇട്ട് അടിച്ചിട്ട് എന്നിട്ട് ഒരു ചെറിയൊരു ഡ്രിഡ്ജർ കൊണ്ടുവന്നിട്ട് ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കുക. ഡ്രഡ്ജിംഗ് പ്രവൃത്തികൾ തുടർന്നു വരുന്നതിനിടെയാണ് വള്ളങ്ങൾ കടന്നുപോയിരുന്ന തോടിന് സമാനമായ ഭാഗത്തും മണലടിഞ്ഞത്. ഡ്രഡ്ജിങ്ങിന് വേഗം പോരാ എന്ന വിലയിരുത്തലാണ് സർക്കാർ. ഇതിന്റെ അടിസ്ഥാനത്തിൽ മണൽ നീക്കം ഇരട്ടിയാക്കാൻ കരാറുകാരന് നിർദ്ദേശം നൽകി. മണൽ നീക്കത്തിന് കൂടുതൽ സംവിധാനങ്ങൾ ഒരുക്കാനും ധാരണയായി. ഇതിനായി മാരിടൈം ബോർഡിന്റെ ഡ്രഡ്ജർ കൂടി മുതലപ്പൊഴിയിലെത്തിക്കും. അഴിമുഖത്ത് മണൽ മൂടിയതിനാൽ കായൽക്കരയിലെ വീടുകളിൽ വെള്ളം കയറുമെന്ന ഭീതിയും നിലനിൽക്കുന്നുണ്ട്. അതിനിടെ സംയുക്ത സമരസമിതിയുമായി നാളെ മന്ത്രിതല ചർച്ച നടത്തും. മത്സ്യത്തൊഴിലാളികളെ കൊല്ലത്തേക്ക് മാറ്റുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് സർക്കാരിന്റെ നീക്കം. മത്സ്യത്തൊഴിലാളികൾ മന്ത്രിക്ക് നിവേദനവും നൽകുന്നുണ്ട്. അനുകൂല തീരുമാനമുണ്ടായില്ല എങ്കിൽ ഈസ്റ്ററിനു ശേഷം സമരപരിപാടികൾ കൂടുതൽ ശക്തമാക്കാനാണ് തൊഴിലാളികളുടെ തീരുമാനം. മന്ത്രിയെ കണ്ടതിനു ശേഷം ഹൈക്കോടതിയെ സമീപിക്കാനും മത്സ്യത്തൊഴിലാളികൾ തീരുമാനിച്ചിട്ടുണ്ട്. ഹാർബറിൽ കുടുങ്ങിയ വള്ളങ്ങൾ ഇതുപോലെ ട്രാക്ടർ ഉപയോഗിച്ച് കെട്ടിവലിച്ച് മണൽത്തിട്ടയിലൂടെ കൊണ്ടുവരുന്നു. അതിനുശേഷം ഈ വള്ളങ്ങളെ ട്രാക്ടർ ഉപയോഗിച്ച് തന്നെ തള്ളി കടലിലേക്ക് വിടുന്നുണ്ട്. അങ്ങനെയുള്ള സാഹചര്യമാണ് നിലവിൽ മുതലപ്പൊഴിയിലുള്ളത്. മുതലപ്പൊഴിയിലെ ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം വേണമെന്ന് ഇവർ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നുണ്ട്. ക്യാമറമാൻ രാഹുലിനൊപ്പം മുതലപ്പൊഴിയിൽ നിന്ന് VS അനന്തു, ദൂരദർശൻ ന്യൂസ്.